ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് അന്യായമായി ഒരാൾ വെള്ളമെടുക്കാൻ വരികയാണ്. ആരാടാ മുഹമ്മദ്, ആരാടാ മുഹമ്മദ്? ഞാൻ അവന്റെ ഹൗദിൽ നിന്ന് വെള്ളമെടുക്കുമെടാ. ചോദിക്കാൻ ആരാടാ? ചോദ്യം ചെയ്യാൻ ചങ്കുറപ്പുള്ളവന്മാർ രംഗത്ത് വരട്ടേടാ എന്ന് ഹബീബിനെ വെല്ലുവിളിച്ച് അതാ ബദറിന്റെ രണാങ്കണത്തിൽ സഹോദരങ്ങളെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെല്ലുവിളിച്ച് കടന്നു വന്ന അതാ ധിക്കാരിയായ മനുഷ്യനില്ലയോ, ആ മനുഷ്യന്റെ തലയെടുത്ത മഹാനാണ് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. ബദറിന്റെ രണാങ്കണത്തിൽ ബദർ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അതിക്രമിച്ചു കയറി ഒരുത്തൻ മുത്തുനബിയെയും സഹാബത്തിനെയും വെല്ലുവിളിച്ചിട്ട് വെള്ളമെടുക്കാൻ തുനിഞ്ഞ സംഭവമില്ലയോ? വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുബദിൽ മാറടാ വള്ളൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ അംബർ സഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്നതാരടാ ഖൈറുൽ വറാ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ വന്ന വിധത്തോടെ വെള്ളം കുടിക്കട്ടെ തുമ്പിക്കുമാമതം പൊട്ടിയുള്ള മട്ട് കുറിയ വാക്കിനെ പേട്ട് പിടിപെട്ട് സംസരിക സരിക പമഗിരിരിങ്കിലും സരിക. ആരാടാ എന്റെ ഹബീബിന്റെ ഹൗദിൽ നിന്ന് വെള്ളമെടുക്കുന്നത്? അസ്വദേ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് ബദറിന്റെ രണഭൂമിയിൽ ആദ്യമായി വെറും 313 ആളുകളാ, ആയിരക്കണക്കിന് വരുന്ന ആനയും അമ്പാരിയും കുതിരയും കുതിരപ്പട്ടാളവുമായിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ ഹബീബിനെ എതിർക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ മുച്ചൂടും നശിപ്പിച്ച് നാമാവശേഷമാക്കാൻ വേണ്ടി കടന്നു വന്ന അബൂജഹലിനെയും പട്ടാളത്തെയും നശിപ്പിച്ചത് സഹോദര ആയുധമല്ല, ബോംബുകളല്ല, ക്ലസ്റ്ററുകളല്ല, ബ്ലസ്റ്ററുകളല്ല, AK-47 തോക്കുകളല്ല, കലോഷ്നിക്കോവ് തോക്കുകളല്ല, അപ്പാഷെ ഹെലികോപ്റ്ററുകളല്ല, സഹാബത്തിന്റെ ഈമാനാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ആയുധമുണ്ടാക്കാനല്ല ഈമാനുണ്ടാക്കാനാ ഞാനും നീയും പരിശ്രമിക്കേണ്ടത്. ലോകത്ത് ആയുധം കൊണ്ടൊരു ചൂക്കം ചെയ്യാൻ പറ്റൂല. ലോകത്ത് മുൻഗാമികൾ വിജയിച്ചത് മുഴുവനും ഈമാന് കൊണ്ടാ, ഈമാന് കൊണ്ടാ, ഈമാന് കൊണ്ടാ. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഈമാൻ ഏറ്റെടുക്കുന്നവരാകണം നമ്മൾ. സുബ്ഹി ഖദാകാതെ നിസ്കരിച്ച് അല്ലാഹുവിൽ ഈമാൻ ദൃഢീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാനും നിങ്ങളും ചെയ്യണം. അല്ലാഹു നമ്മുടെ ഖൽബുകൾക്ക് യഖീനും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും ഔദാര്യം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ അതാ ഹംസ റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങുകയാണ് ബദറിന്റെ രണഭൂമിയിൽ. ഹബീബിനെ അവഹേളിക്കാനും പുന്നാര നബിയെ പരിഹസിക്കാനും അവിടുത്തെ ഹൗദിൽ നിന്ന് അന്യായമായി ജലമെടുക്കാനും കടന്നു വന്ന ആധികാരിയായ അസ്വദിനെ പാഠം പഠിപ്പിച്ച ധീരനിൽ ധീരരേ ഹംസ, വീരനിൽ വീരനേ ഹംസ റളിയല്ലാഹു അൻഹു പടവാൾ അവിടുന്നതാ പുന്നാര നബിയുടെ ഇടത്തെ കയ്യിൽ പിടിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി പുന്നാര നബിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിക്കൽ നടക്കുകയാണ്. വലതുഭാഗത്ത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ് ഇപ്പോൾ മുസ്ലിമായി വന്നിട്ടേ ഉള്ളൂ. ഇടതുഭാഗത്ത് നിൽക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. അവിടുന്നതാ ഒരു ചെറിയ സംഘം 52 ആളുകൾ വരുന്ന സംഘം കഅബയിലേക്ക് മാർച്ച് നടത്തുകയാണ്. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവിടുന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്
നടത്തിക്കൊണ്ട് ആ ചെറിയ സംഘം കഅബാലയം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. സഹോദരങ്ങളെ, മക്കായുടെ മണൽത്തരികൾ കോരിത്തരിച്ച രംഗമാണ്. മക്കായുടെ ഈന്തപ്പന മരങ്ങൾ ഉൾപ്പുളകമണിഞ്ഞ രംഗമാണ്. ലോക ചരിത്രത്തിൽ വിശുദ്ധ ഇസ്ലാം ആദ്യമായി പൊന്നാര നബിയുടെ ഇസ്ലാം പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതും പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതാണ് കഅബാലയത്തിന്റെ ചാരത്ത് ആദ്യമായി ചെന്ന് നിന്ന വിശുദ്ധ ഇസ്ലാം പറയാൻ അന്നാർക്കും ധൈര്യമില്ലായിരുന്നു. സയ്യിദനാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം ആദ്യമായി പൊന്നാര നബിയുടെ ഇസ്ലാം പരസ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അബൂജഹലും പാട്ടിക്കാരും കഅബാലയത്തിന്റെ ഒരു ചാരത്തിരിക്കുകയാ, കാത്തുകാത്തിരിക്കുകയാ. ഊരിപ്പിടിച്ച വാളുമായി ഖത്താബിന്റെ പ്രിയപ്പെട്ട മകൻ കടന്നുപോയിട്ടുണ്ട്. മുഹമ്മദിന്റെ ശിരസെടുത്തിട്ടേ വരികയുള്ളൂ എന്ന ദാറുൽ നദുവയിൽ വെച്ച് പ്രതിജ്ഞയെടുത്തിട്ട് പോയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസെടുത്ത് തിരിച്ചു വരുന്നത് കാത്തിരുന്ന അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും വലീദിന്റെയും കണ്ണുകളിൽ ഇരുട്ട് വരക്കുകയാണ്. കണ്ണുകൾ മഞ്ഞളിക്കുകയാണ്. ബോധക്ഷയം വരുന്നത് പോലെ, തലകറങ്ങുന്നത് പോലെ രൂപപ്പെടുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുകയാണ്. അവരുടെ കണ്ണുകൾ അവർ അടച്ചടച്ച് വീണ്ടും വീണ്ടും തുറന്നു നോക്കുകയാണ്. സ്വപ്നമാണോ ഇത്? യാഥാർത്ഥ്യമാണോ ഇത്? യാഥാർത്ഥ്യമാണോ ഇത്? സ്വപ്നമാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വസനീയമായി തോന്നുകയാണ്. കാരണം മുഹമ്മദ് നബി തങ്ങൾ മുന്നിൽ നടക്കുകയാ. വലതുഭാഗത്ത് ഉമർ ഇബ്നു ഖത്താബ് നിൽക്കുകയാ, ഇടതുഭാഗത്ത് ഹംസത്തുൽ കറാർ നിൽക്കുകയാണ്. മക്കയിൽ ആണായി പിറന്ന ഒരുത്തനും ഉമർ ഇബ്നു ഖത്താബിന്റെ മുന്നിൽ ചെന്നിട്ടത് തടയാൻ, ബ്ലോക്ക് ചെയ്യാൻ, അവർക്കെതിരെ ഡിഫൻസ് തീർക്കാൻ ധൈര്യം വന്നില്ല. അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദുമെല്ലാം അതാ നിസ്സംഗരായി, നിസ്സഹായരായി, ലജ്ജിച്ച് തലതാഴ്ത്തി നാണം കെട്ട് അവരാകെ വഷളായി മാറുകയാണ്. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ഇസ്ലാം കഅബാലയത്തിന്റെ ചാരത്ത് വന്നിട്ട് അതിഗംഭീരമായി പ്രഖ്യാപിക്കുകയാണ്.